Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാലോ? यात्रियों कृपया ध्यान दीजिए, गाड़ी संख्या 12295 चेन्नई से तिरुवनंतपुरम तक जाने वाली चेन्नई तिरुवनंतपुरम एक्सप्रेस प्लेटफॉर्म नंबर 2 पर खड़ी है. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 122695 ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 ൽ നിൽക്കുന്നു. Your attention please, train number 122695 Chennai Trivandrum Express on platform number 2. മകുടി ഊതുന്ന ശബ്ദം. കുറച്ച് പട്ടികൾ കാട്ടിലേക്ക് മനുഷ്യർ അതിക്രമിച്ച് കടക്കുമ്പോൾ ചില മൃഗങ്ങൾ മറ്റു മൃഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. അതിൽ കരിങ്കുരങ്ങ് എങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് പട്ടികൾ സ്ഥിരമായി കിടക്കുന്ന സ്ഥലത്ത് കൂടി മറ്റൊരു പട്ടി പുതിയതായി കടന്നു പോകുമ്പോൾ അവിടെ കിടക്കുന്ന പട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം. ധാരണഗണം ആണല്ലോ. ഇവിടെ ഏതാണ്ട് ചില ശബ്ദങ്ങളെ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നു. സഹകരിക്കുമല്ലോ. ഞാൻ രാവിലെ എഴുന്നേറ്റത് കിളികളുടെ ശബ്ദം കേട്ടാണ്. ഇനിയൊരു തത്തയാവാം. അടുത്തതായി കുയിലിന്റെയും മയിലിന്റെയും ശബ്ദം. അടുത്തതായി മയിലിന്റെ. അടുത്തതായി ഇന്ത്യൻ വനങ്ങളിൽ കണ്ടുവരുന്ന ലെമൂർ വിഭാഗത്തിലെ ജീവി ഇൻട്രി ലെമൂർ. ഇനി ഒരു കുതിരയാവാം. അടുത്തതായി താറാവിന്റെയും ആട്ടിൻകുട്ടികളുടെയും ശബ്ദം. താറാവ്. ആട്ടിൻകുട്ടികളുടെ ശബ്ദം. ഇതാ ദൂരെ നിന്ന് വന്ന് ദൂരത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ. അടുത്തതായി ഒരു കുറുക്കന്റെ ശബ്ദം. അവിടെ നിൽക്കുന്നു ഒരു കുഞ്ഞെ പട്ടി. അതിന്റെ ശബ്ദം. നമുക്കതിനെ കല്ലെറിഞ്ഞു നോക്കാം. അതിന്റെ അമ്മ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഇനി 3 വ്യത്യസ്ത പൂച്ചകളുടെ ശബ്ദങ്ങൾ. ആദ്യം ജനിച്ചൊരു കുഞ്ഞു പൂച്ച.
ഇനി അതിന്റെ അമ്മ പൂച്ചയുടെ ശബ്ദം. ഇനി രണ്ട് പൂച്ചകൾ തമ്മിൽ തല്ലുകൂടുമ്പോഴുള്ള ശബ്ദം. അവസാനമായി ഒരു സൈറൻ മോളുടെ ശബ്ദവുമായി എന്റെ കൊച്ചു മിൽക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായ കടൽ തീരം. കാലാവസ്ഥ മാറി, ഇടിയോട് കൂടിയ മഴ. പ്രകൃതി എത്ര മനോഹരമാണ്. ആദ്യ അത്ഭുതം ദൂരദർശൻ. ദൂരദർശനിൽ എനിക്കിഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രം മിക്കി മൗസ്. Hey everybody, it's me, Mickey Mouse. Say, do you want to come out to my clubhouse? അതിലെ മറ്റൊരു കഥാപാത്രം ഡൊണാൾഡ് ഡക്ക്. കുട്ടികളുടെ ഹരമായ ഡോറ ബുജിയിലെ ഡോറ. എനിക്ക് പ്രിയപ്പെട്ട ഡിസ്കവറി ചാനൽ. വെൽക്കം ടു ദി ഡിസ്കവറി ചാനൽ. Look at the bird. What a beautiful bird. He took the gun. ഡിസ്കവറി ചാനൽ കണ്ട് ഡോൾഫിനുകളെ കാണാൻ ഞാൻ ഒരിക്കൽ ബോട്ടിൽ പോയി. അന്ന് ഞാൻ കേട്ട ഡോൾഫിനുകളുടെ ശബ്ദം. അന്ന് ഗോവയിൽ നിന്നും തിരിച്ചു മടങ്ങുന്നത് ട്രെയിനിലായിരുന്നു. ഞാൻ കാത്തിരുന്ന ഇംഗ്ലീഷ് ഫിലിം അവതാർ 3യുടെ ട്രെയിലർ. രക്ഷിക്കണം സാറേ. മഴയിൽ തകർന്നുപോയ വീടുകളുടെ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും. ഇപ്പോൾ കിട്ടിയ വാർത്ത. കനത്ത മഴയിൽ മൂലം ട്രെയിൻ ഗതാഗതം
ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചതായി റെയിൽവേ മന്ത്രി. മറ്റൊരു വാർത്തയിലേക്ക്. നമ്മളിപ്പോൾ കാണുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഗർഭിണിയായ യുവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ സന്തോഷ വാർത്ത, ഗർഭിണിയായ യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ദുരിതാശ്വാസ ക്യാമ്പ് പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാർ. കണ്ണുകൾ നീയേ, കാറ്റും നീയേ, തോന്നും നീയേ, തോലുമിൽ നീ. തുടർന്ന് വന്നത് ജാസി ഗിഫ്റ്റാണ്. തമിഴ് സിനിമാ താരം കോവൈ സർല. തമിഴ് പിന്നണി ഗായിക ശിവാംഗി കൃഷ്ണകുമാർ. എല്ലാ മലയാളി മക്കൾക്കും വണക്കം. ഞാൻ ശിവാംഗി പേசுறேன். என் ஊரே போராச்சு. പ്രശസ്ത യൂട്യൂബറായ ദിയ കൃഷ്ണ. അപ്പോൾ എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ്റെ സീസൺ ആകുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം എല്ലാവരോടും ചേർന്ന് ഓമീനെ ഒരു പായസക്കൊതിയിലാക്കുന്ന ഒരു പേടിയുണ്ട്. പക്ഷെ ഞാനിപ്പോൾ സേഫാണ്. വൈറൽ താരമായ നാഗസൈലം ദേവി. ഇതാണ് ബാബുസാമി. എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ഗുണങ്ങളായിരുന്നു അത്. ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. ജനത്തിരക്കിനിടെ ആംബുലൻസ് ചീറിപ്പായിരുന്നു. അവാർഡ് കിട്ടിയ സിനിമയുടെ ട്രെയിലർ. പറയാനാ, കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ ചൂരൽമലയിൽ നിന്നും പലായനം ചെയ്ത ചില ജീവജാലങ്ങൾ വീണ്ടും അവരുടെ അവസരത്ത് തിരിച്ചെത്തിയിരിക്കണു. മഴയും വാനരും വരാമോ? വിമാനത്താവളത്തിലൂടെ ഈ അടുത്തൊരു മഹാവിത്തൻ കടക്കാൻ ശ്രമിച്ചത് എന്താണെന്നറിയോ? സാക്ഷാൽ വേഴാമ്പലിനെ. നമ്മുടെ ആമേഞ്ചൽ തൊട്ടിൽ കഴിഞ്ഞ വർഷം ചോവിന്റെ സഹോദരന്റെ ജീവൻ പൊലിഞ്ഞിട്ടും അവിടെയുള്ള മാലിന്യം ഇന്നേ വരെ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല. തന്മൂലം അവിടെ ഇപ്പോൾ തെരുവ് പട്ടികളുടെ വികാര കേന്ദ്രം മാറിക്കണു. തുടങ്ങി. ജഡ്ജ്മെന്റ് ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കാനായി സന്തോഷം. വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. വർഷങ്ങളായിട്ട് യുവജനോത്സവത്തിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയായിട്ട് ഇവിടെ എത്തുന്നത്. അതിൻ്റെ സന്തോഷം വലുതാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി മത്സരമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ശരാശരി നിലവാരം പുലർത്തിയ ഒരു മത്സരമാണെന്ന് പറയാവൂ. ശരാശരി അത് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഇപ്പോഴും ആ പഴയ റൂട്ടിൽ തന്നെ സഞ്ചരിക്കുന്ന കുറേ മത്സരാർത്ഥികളെ കണ്ടു. അതൊന്നും മാറണം. വ്യത്യസ്തതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കലോത്സവ വേദികളൊക്കെ മത്സരിച്ച ആളുകളാണ്. അതേ കാലയളവിൽ തന്നെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ആവർത്തന വിരസത വരും. കുറച്ച് കുട്ടികൾ അതിൽ നിന്ന് മാറ്റം ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓഡിയൻസിനും നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ കയ്യടി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടില്ല, ചിലർക്ക് ബി ഗ്രേഡ് ആവും. അതിൽ
Thank you.